എൻ്റെ പൊന്നു മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിയടാ. 2 സ്പിയർ നിങ്ങൾ കാണുന്നുണ്ടോ? ആ 2 സ്പിയറിനകത്ത് ചാർജ് എൻക്ലോസ് ചെയ്തിരിപ്പുണ്ട്. ഒന്നാമത്തെ സ്പിയറിനകത്ത് ഇരിക്കുന്ന ചാർജ് Q ആണ്. രണ്ടാമത്തെ സ്പിയറിനകത്ത് ഇരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 3Q ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ 2 സർഫസിലൂടെ പോകുന്ന നെറ്റ് ഫ്ലക്സിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിച്ചത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ S1 ആൻഡ് S2? നമുക്ക് ആദ്യം S1ലൂടെയുള്ള ഫ്ലക്സിനെ കണ്ടുപിടിച്ചാലോ? ϕ1 എന്ന് വിളിക്കാം. അപ്പോൾ S1 എന്ന് പറയുന്ന ആ ഒരു സർഫസ് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചാർജ് Q ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കൊടുക്കാം മക്കളെ? ഈ ϕ1 ഈസ് പ്രപ്പോർഷണൽ ടു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ്, ϕ = 1/ε Q ആണ്. അപ്പോൾ ϕ നമുക്ക് എന്ത് വിളിക്കാം? Q എന്ന് വിളിക്കാം. ഇനി അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് സർഫസ് എടുത്ത് നോക്കിയാൽ സെക്കൻഡ് സർഫസിന്റെ പ്രത്യേകത എന്താണ്? സെക്കൻഡ് സർഫസിനകത്ത് 2 ചാർജുകളുണ്ട്. 3Q ഉണ്ട്, Q ഉണ്ട്. പല കുട്ടികളും എന്ത് ചെയ്യും? 3Q മാത്രം എഴുതി വെക്കും. ഒരിക്കലുമല്ല, ഈ സെക്കൻഡ് സർഫസിൽ ഈ 2 ചാർജും എൻക്ലോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ϕ2നെ എന്ത് വിളിക്കാം മക്കളെ? ϕ2 ഈസ് പ്രപ്പോർഷണൽ ടു, നമുക്ക് വിളിക്കാം 3Q + Q 4Q ആണ്. ഇനി രണ്ടിൻ്റെയും കൂടെ റേഷ്യോ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ϕ1/ϕ2 മക്കളെ എന്ത് കിട്ടുവാടാ? ϕ1/ϕ2 എന്ന് പറയുന്നത് നമുക്ക് റേഷ്യോ ആണ് എടുക്കേണ്ടത്. Q/4Q ആണ്. അവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ 1/4 ആണ്. ആ 2 സർഫസിലൂടെ പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അടിപൊളി ക്വസ്റ്റ്യൻ ആണെങ്കിൽ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.